വോട്ട്സ് ആൻഡ് നോട്ട്സിൽ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്ന് വിലയിരുത്തുന്നത് കോഴിക്കോടാണ്. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ 2 ദിവസം മാത്രം ബാക്കി. അപ്പോൾ കോഴിക്കോട് എന്ത് ചിന്തിക്കുന്നു, എന്ത് തീരുമാനിക്കും, എങ്ങനെ വോട്ട് ചെയ്യും എന്ന് വളരെ ചുരുക്കി പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ ആദ്യമേ പറയാം. സിറ്റിംഗ് MP എം കെ രാഘവൻ, കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ കഴിഞ്ഞ തവണ 2019 നേടിയ വോട്ടുകൾ ഇത്തവണ നേടത്തില്ല. 1, വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരും. 2, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി എളമരം കരീം വോട്ട് ഷെയർ കൂട്ടും. ഇനി ഒരു കണക്കുകളിലേക്ക് വരാം. കഴിഞ്ഞ തവണ അവസാനം എം കെ രാഘവന് കിട്ടിയ വോട്ടിംഗ് ശതമാനം 45.82, 46% കൂട്ടിക്കൊള്ളുക. നല്ല വിജയമായിരുന്നു. എതിർ സ്ഥാനാർത്ഥി LDF-ലെ മത്സരിച്ച മുൻ MLA എ പ്രദീപ് കുമാറിന് കിട്ടിയത് 37.97% വോട്ടാണ്. 38% റൗണ്ട് ചെയ്യുക. അപ്പോൾ ജയിച്ച രാഘവൻ, എം കെ രാഘവന് 46, പരാജയപ്പെട്ട 2ാം സ്ഥാനത്ത് വന്ന എ പ്രദീപ് കുമാറിന് 38, അല്ലെ LDF-ന് 38. ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എം കെ രാഘവന്റെ വോട്ട് ഷെയർ 46% നിന്ന് താഴേക്ക് വരും. അറൗണ്ട് 40% ഓഫ് ഹോൾഡ് വോട്ട്സ്. പോൾ ചെയ്ത വോട്ടിന്റെ 40% വരുമ്പോൾ എളമരം കരീം 38% നിന്ന് LDF-ന്റെ വോട്ട് വിഹിതം 40 മുകളിലേക്ക് ഉയർത്തുമ്പോൾ സംഭവിക്കുക, എളമരം കരീം LDF അഡ്വാൻറ്റേജ് കോഴിക്കോട് എന്നൊരു സമവാക്യം അതിൽ നിന്ന് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. വരാൻ പോകുന്ന വോട്ടിംഗ് പാറ്റേൺ ആണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇവിടെ BJP ഫാക്ടർ എന്തായിരിക്കും എന്നൊരു ചോദ്യം ഇതിനകത്തുണ്ട്. BJP നിർത്തിയിരിക്കുന്നത് നല്ല ഒന്നാന്തരം സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ BJPയുടെ മികച്ച പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരാളെയാണ് കോഴിക്കോട്ട് MD രമേശ്, സംസ്ഥാന നേതാവ്. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. BJPയിൽ വോട്ട് കാച്ചേഴ്സ്, വോട്ട് പിടിക്കാൻ കഴിവുള്ള പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തിളങ്ങുന്ന 2 പേരാണുള്ളത്. അതിലൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. എവിടെ കൊണ്ടിട്ടാലും ശോഭാ സുരേന്ദ്രൻ കുറച്ച് വോട്ട് പിടിക്കും. അത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ MD രമേശിനും അങ്ങനെ ചില ക്വാളിറ്റിയുണ്ട്. MD രമേശ് മുമ്പും കോഴിക്കോട്ട് മത്സരിച്ചിട്ടുണ്ട്, പത്തനംതിട്ടയിൽ മത്സരിച്ചിടത്തൊക്കെ അദ്ദേഹത്തിനായ രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. BJP വോട്ടുകളോ വ്യക്തിപരമായ വോട്ടുകളോ ഒക്കെ അതിൽ വരാം. ആ നിലയ്ക്ക് കോഴിക്കോട്ട് ഇക്കുറി സംഭവിക്കുക, MD രമേശ് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. കഴിഞ്ഞ തവണ 2019 ഭേദപ്പെട്ട നിലയിൽ BJP കോഴിക്കോട്ട് വോട്ട് പിടിച്ചു. പ്രകാശ് ബാബു അന്ന് നേടിയ വോട്ടുകൾ 1,61,210, അതായത് പോൾ ചെയ്ത വോട്ടിന്റെ 14.97%, 15% റൗണ്ട് ചെയ്തു. അപ്പോൾ BJPക്ക് അടിസ്ഥാന വോട്ടുകളും ഒരു മണ്ഡലത്തിൽ നേടാവുന്നതിന് പരമാവധി കേരളത്തിൽ 15%. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ആ നിലയ്ക്ക് കോഴിക്കോട്ട് ഈ പ്രകാശ് ബാബു നേടിയത് പരമാവധി BJPയുടെ വോട്ടുകളാണ് നേടിയത്, ഈ 15%. പക്ഷെ ഇക്കുറി MD രമേശ് അതിന് മുകളിൽ. MD രമേശ് ഈ 15% എന്നുള്ളത് ഒരു 20% മുകളിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഡേറ്റ വെച്ചിട്ട് വിലയിരുത്തുന്നത് അങ്ങനെയാണ്. MD രമേശിന്റെ BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ 20% മുകളിലേക്ക് പോകുമ്പോൾ വോട്ടിന്റെ അത് വോട്ടുകളായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കുമ്പോൾ ഏതാണ്ട് ഒരു 2 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളെങ്കിലും, അല്ലെ 2 ലക്ഷം വോട്ടുകളെങ്കിലും MD രമേശ് BJP അവിടെ നേടും കോഴിക്കോട്ട്. അങ്ങനെ നേടുമ്പോൾ അവിടെയും അഡ്വാൻറ്റേജ് എളമരം എന്നാണ് അഡ്വാൻറ്റേജ് LDF എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ BJPയുടെ കിറ്റിയിലേക്ക്, MD രമേശിന്റെ കിറ്റിയിലേക്ക് പോകുന്ന അധിക വോട്ടുകളിൽ ഗണ്യമായ നഷ്ടം വരാൻ പോകുന്നത് എം കെ രാഘവനും UDF-നുമായിരിക്കും. സംശയമില്ല കാര്യത്തിൽ. LDF-ന്റെ വോട്ടുകൾ, അല്ലെ LDF-ന്റെ അനുഭവ വോട്ടുകൾ അങ്ങനെ അധികം MD രമേശിന് പോകത്തില്ല. ആ നിലയ്ക്കും അവിടെയും എളമരം കരീം LDF അഡ്വാൻറ്റേജ് അറ്റ് കോഴിക്കോട് എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ വിലയിരുത്തൽ. ഇത് അതിഭാവുകത്വം ഒന്നും പറയുകയല്ല. ഞങ്ങൾ അതിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട്, കോഴിക്കോടിൻ്റെ ഇതുവരെയുള്ള ചരിത്രം ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു 5% സിങ് വോട്ട് ശതമാനത്തിൽ വരുമ്പോൾ, UDF-ന് 5% സിങ് താഴേക്ക് വരുമ്പോൾ, LDF-ന് ഒരു 3% സിങ് അനുകൂലമായിട്ട് വന്നാൽ തന്നെ LDF-ന് അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോടുള്ളത്. ഇനി കോഴിക്കോടിൻ്റെ വളരെ വളരെ വിപുലമായ ഒരു ചരിത്രമുള്ള നാടാണ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ പാർലമെന്റ് സീറ്റ്, കോഴിക്കോട് രാഷ്ട്രീയം,
അതിൻ്റെ ചരിത്രം, പശ്ചാത്തലങ്ങൾ ഒക്കെ വളരെ വിസ്മയിപ്പിക്കുന്ന, കൗതുകമുണർത്തുന്ന, അതേസമയം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ രാഷ്ട്രീയ ചരിത്രം, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് കോഴിക്കോടിന് പറയാനുള്ളത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ കമന്റേറ്ററുമായ കാര്യം രവിയായി ആയിരിക്കും അത് അവതരിപ്പിക്കുക. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം മുമ്പ് വയനാട്, കോഴിക്കോട് ജില്ലകളുടെ ഭാഗമായിരുന്നു. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും നിയോജക മണ്ഡലങ്ങളും, ബാക്കി 5 മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ബാലുശ്ശേരിയും കൊടുവള്ളിയും കോഴിക്കോട് 1ഉം 2ഉം തിരുവാമ്പാടിയും ചേർന്നതായിരുന്നു. എന്നാൽ മണ്ഡലം പുനർനിർണയത്തിനു ശേഷം അത് പൂർണ്ണമായും കോഴിക്കോട് ജില്ലയുടെ മാത്രമായി. ബാലുശ്ശേരിയും ബേപ്പൂരും കുന്നമംഗലവും കൊടുവള്ളിയും ഏലത്തൂരും കോഴിക്കോട് നോർത്തും കോഴിക്കോട് സൗത്തും. ഇതിൽ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളും നിലവിൽ LDFിൻ്റെ കയ്യിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം വളരെ മഹാന്മാരായ, പ്രാമാണികന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ, പഴയകാലത്തെ മലബാറിലെ അറിയപ്പെടുന്ന പ്രമാണിമാർ മത്സരിച്ച് തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത മണ്ഡലമാണ്. ഉദാഹരണം പറഞ്ഞാൽ 952 കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ നേതാവായിരുന്ന കെ ദാമോദര മേനോനാണ് കോഴിക്കോട് നിന്നും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 62 CH മുഹമ്മദ് കോയയാണ് കോഴിക്കോടിൽ നിന്നും പാർലമെൻറ്റിലേക്ക് പോയത്. 67ലും 71ലും ഇബ്രാഹിം സുലൈമാ സേട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്നു. 980 ഇമ്പിച്ച് ബാബയും അരങ്ങിൽ ശ്രീധരനും തമ്മിലുള്ള മത്സരത്തിൽ ഇമ്പിച്ച് ബാബ ജയിച്ച മണ്ഡലമാണത്. സോഷ്യലിസ്റ്റ് നേതാവ്, ജനതാദൾ നേതാവ് അരങ്ങിൽ ശ്രീധരനെയാണ് മന്ത്രിയായിരുന്ന CPM നേതാവ് ഇമ്പിച്ച് ബാബ തോപ്പിച്ചത്. 84 തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ KG അടിയോടി, കോൺഗ്രസിലെ ഡോക്ടർ KG അടിയോടി മൊയ്തീൻകുട്ടി ഹാജി എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ലീഗിൻ്റെ നേതാവായിരുന്ന മൊയ്തീൻകുട്ടി ഹാജിയാണ് തോൽപ്പിച്ചത്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ 84 തെരഞ്ഞെടുപ്പിലാണ് BJP സ്വതന്ത്രനായി ഡോക്ടർ K രാമൻകുട്ടി വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ BJP ഒരു പ്രസൻസ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. 40,000 വോട്ട് ഡോക്ടർ K രാമൻകുട്ടി പിടിച്ചത്. 89ലും 91ലും അതിനുശേഷം 99ലും കോഴിക്കോട് നിന്നും പാർലമെൻറ്റ് അംഗമായ ആളാണ് K മുരളീധരൻ. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 89ൽ CPMലെ EK ഇമ്പിച്ച് ബാബയെയാണ് തോൽപ്പിക്കുന്നത്. അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്നത് ഇപ്പോൾ ഗോവ ഗവർണറായിരിക്കുന്ന ശ്രീ PS ശ്രീധരൻപിള്ളയാണ്. 91ൽ K മുരളീധരൻ തോൽപ്പിക്കുന്നത് സാക്ഷാൽ ജനതാദളിൻ്റെ പ്രസിഡൻ്റായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് MP വീരേന്ദ്രകുമാറിനെയാണ്. 96ൽ ശ്രീ വീരേന്ദ്രകുമാർ മുരളീധരനെ തോൽപ്പിച്ചു. അന്ന് അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് KP ശ്രീശനാണ്. 56,000 വോട്ട് പിടിച്ചു. 98ൽ MP വീരേന്ദ്രകുമാറിനെ P ശങ്കരൻ, കോൺഗ്രസ് നേതാവ് P ശങ്കരൻ തോൽപ്പിച്ചു. അന്നും സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ളയായിരുന്നു, BJPയുടെ സ്ഥാനാർത്ഥി. 83,000 വോട്ട് പിടിച്ചു ശ്രീ ശ്രീധരൻപിള്ള. 99ൽ K മുരളീധരൻ തോൽപ്പിക്കുന്നത് CM ഇബ്രാഹിമിനെ, ജനതാദൾ നേതാവായ CM ഇബ്രാഹിമിനെ. അത് കഴിഞ്ഞ് 2004ൽ MP വീരേന്ദ്രകുമാർ കോൺഗ്രസിലെ V ബാലറാമിനെ തോൽപ്പിച്ചു. അന്ന് അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന BJP സ്ഥാനാർത്ഥിയായിരുന്നത് BJPയുടെ MT രമേശാണ്. 97,000 വോട്ട് MT രമേശ് ആ മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു. 2009ലെ തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ കോഴിക്കോട് നിയമസഭാ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ എന്നല്ല, കേരളത്തിലാകെ ഒരു ചർച്ചയ്ക്ക് വിധേയമായ
ഒരു തെരഞ്ഞെടുപ്പാണ് 2009 തെരഞ്ഞെടുപ്പ്. വളരെ രസകരമായ ഒരു ഇലക്ഷൻ റിസൾട്ടാണത്. 2009 ശ്രീ MK രാഘവൻ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 838 വോട്ടാണ്. വെറും 838 വോട്ടിനാണ് അദ്ദേഹം ജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന PA മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിന് കിട്ടിയ വോട്ട് 42.81. MK രാഘവന് കിട്ടിയ വോട്ട് 42.92. BJPയിലെ V മുരളീധരൻ, ഇപ്പോൾ ചിറയിൻകീഴിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കേന്ദ്രമന്ത്രി V മുരളീധരൻ 89,000 വോട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത്. ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും രസകരമായ സംഗതി, 838 വോട്ടിന് മുഹമ്മദ് റിയാസ് തോൽക്കുമ്പോൾ റിയാസിന് 4 അപരന്മാരുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. അതിൽ ഇതേ PA മുഹമ്മദ് റിയാസ് എന്ന അപരൻ 1109 വോട്ടാണ് പിടിച്ചത്. മറ്റൊരപരൻ K മുഹമ്മദ് റിയാസ് 1026 വോട്ട് പിടിച്ചു. മറ്റൊരു P മുഹമ്മദ് റിയാസ് 980 വോട്ട് പിടിച്ചപ്പോൾ ഒരു വെറും റിയാസ് 1728 വോട്ടും പിടിച്ചു. അങ്ങനെ 4843 വോട്ട് PA മുഹമ്മദ് റിയാസിൻ്റെ അപരന്മാർ പിടിച്ചു. റിയാസ് തോറ്റത് 838 വോട്ടിന്. അതാണ് ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും രസകരമായ ഒരു സ്ഥിതി. ശരിക്കും ഇത്തരമൊരു വിഷയം വരും കാലത്തൊന്നല്ല, ഇപ്പോൾ വർഷം കുറച്ചായി. 2009 ശേഷം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ വരുത്തേണ്ടുന്ന ഭേദഗതികളെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട നിയമജ്ഞന്മാരോ ഇതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ള വിദഗ്ധന്മാരോ ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിലൊന്നാണ് ഈ 2009 കോഴിക്കോടിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം. ഇങ്ങനെ അപരന്മാരെ സൃഷ്ടിക്കാനാകുമോ? നിലവിലുള്ള പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ച്, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ആർക്കും മത്സരിക്കാം, ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്നേ ഉള്ളൂ. അതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ കാലോചിതമായി വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ, അത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായി മാറ്റങ്ങൾ വരുത്തണം എന്നൊരു ചൂണ്ടുപലകയായി 2009 കോഴിക്കോടിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. 2014 19 ശ്രീ MK രാഘവനാണ് കോഴിക്കോട് നിന്നും വിജയിച്ചത്. ഇത് നാലാമത്തെ തവണയാണ് MK രാഘവൻ കോഴിക്കോട് മത്സരിക്കുന്നത്. 2014 MK രാഘവൻ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 16,883 ഉയർത്തി. അന്ന് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന A വിജയരാഘവനാണ്. BJPയുടെ CK പത്മനാഭൻ, BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന CK പത്മനാഭൻ അന്ന് 1,15,760 വോട്ട് പിടിച്ചു. 19 MK രാഘവൻ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 16,000 നിന്നും 85,000 വർദ്ധിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത് നേരത്തെ MLA ആയിരുന്ന A പ്രദീപ് കുമാറാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് BJP അവരുടെ ഏറ്റവും നല്ല ഭൂരിപക്ഷം വോട്ട് പിടിച്ചത്. 1,61,000 വോട്ട് BJPയിലെ പ്രകാശ് ബാബു എന്ന സ്ഥാനാർത്ഥി കോഴിക്കോട് മണ്ഡലത്തിൽ പിടിച്ചു. ഇത്തവണ CPM LDF മുൻ മന്ത്രി, നിലവിൽ രാജ്യസഭയിൽ CPMൻ്റെ നേതാവ്, രാജ്യസഭാ കക്ഷി നേതാവ്, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാൾ, വിവിധ ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയ മുൻ മന്ത്രി, കേരളത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ
എളമരം കരീമിനെയാണ് ഇത്തവണ LDF കോഴിക്കോട് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ആ കോഴിക്കോട് സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന വാശി LDFനുണ്ട് എന്ന് ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. എളമരം കരീം നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 2 തവണ MLA ആയത് ബേപ്പൂരിൽ നിന്നാണ്, ഈ കോഴിക്കോടിൻ്റെ ഭാഗമായ ബേപ്പൂരിൽ നിന്നാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയത്. രാജ്യസഭയിൽ തന്നെ അദ്ദേഹം മോശമല്ലാത്ത പെർഫോമൻസ് നടത്തിയ ആളാണ്. 89% ഹാജർ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. 70% താഴെയാണ് ദേശീയ ശരാശരി. അപ്പോഴാണ് 89% ഹാജർ അദ്ദേഹത്തിന് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. ചർച്ചകളിലെയും ഇടപെടലുകളിലെയും പങ്കെടുക്കുന്ന കാര്യത്തിൽ 98% ആണ് അദ്ദേഹം നേടിയത്. എന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മെച്ചമായിരുന്നു എന്നർത്ഥം. ഒപ്പം ഈ കേരളത്തിലെയും പൊതുവായ വിഷയങ്ങളിലും രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നയാളാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി MK രാഘവൻ 3 തവണ കോഴിക്കോട് തുടർച്ചയായി 2009 മുതൽ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ കാലയളവ്, 10 വർഷത്തിലേറെ, 10-15 വർഷമായി കോഴിക്കോട് MP ആണ്. അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പയ്യന്നൂരുകാരനാണ്, കണ്ണൂർ പയ്യന്നൂരുകാരനാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. കോഴിക്കോട് നിന്ന് മത്സരിച്ചു. 3-ാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. BJP ഇത്തവണ വീണ്ടും MT രമേശിനെയാണ് കോഴിക്കോട് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. 2004 97,889 വോട്ട് പിടിച്ച് തൻ്റെ സാന്നിധ്യം നന്നായി പ്രകടിപ്പിച്ചയാളാണ് MD രമേശ്. ആ MD രമേശിനെയാണ് കുറേ കൂടി മെച്ചപ്പെടുത്താനുള്ള പ്രക്രിയയുമായി BJP രംഗത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 സ്ഥാനാർത്ഥികളും കോഴിക്കോട് വളരെ പ്രശസ്തന്മാരും വളരെ പ്രഗത്ഭമതികളാണെന്ന് സ്വയം തെളിയിക്കപ്പെട്ടവരുമാണ്. അതിൽ ഓരോ മുന്നണിയും അവരുടെ വാശിയും വീറും ആ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. അതാണ് കോഴിക്കോടിൻ്റെ പൊതുചിത്രം.